अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश्शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। वला तहसबन्नल्लज़ीन क़ुतिलू फ़ी सबीलिल्लाहि अम्वाता बल अह्याउन इन्द रब्बिहिम युर्ज़क़ून। फ़रीहीन बिमा आताहुमुल्लाहु मिन फ़ज़्लिही वयस्तबशिरून बिल्लज़ीन लम यल्हक़ू बिहिम मिन ख़ल्फ़िहिम अल्ला ख़ौफ़ुन अलैहिम वला हुम यहज़नून। यस्तबशिरून बिनिअमतिन मिनल्लाहि व फ़ज़्लिन व अन्नल्लाह ला युज़ीअु अज्रल मुमिनीन। अल्लज़ीन इस्तजाबू लिल्लाहि वर्रसूल मिन बाद मा असाबहुमुल क़र्ह लिल्लज़ीना अहसनू मिनहुम वत्तक़ौ अज्रुन अज़ीम। अल्लज़ीना क़ाल लहुमुन्नास इन्नन्नास क़द जमऊ लकुम फ़ख्शौहुम फ़ज़ादहुम ईमानन वक़ालू हस्बुनल्लाहु व निअमल वकील। इन आयात का तर्जुमा है कि और जो लोग ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണെന്ന് നീ ഒരിക്കലും ധരിക്കരുത്. അല്ല, അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർക്ക് ആത്മീയ ആഹാരം നൽകപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടരാണ്. അവരുടെ പിന്നിൽ നിന്ന് തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്തവരെക്കുറിച്ചും അവർ സന്തോഷിക്കുന്നു. കാരണം അവർക്ക് അവരുടെ പിന്നാലെ വരുന്നവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുന്നതല്ല, അവർ വ്യസനിക്കുകയുമില്ല എന്ന് അവർക്കറിയാം. അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും നിമിത്തം അവർ സന്തോഷിക്കുന്നു. സത്യവിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല എന്നതിലും അവർ സന്തോഷിക്കുന്നു. തങ്ങൾക്ക് പരിക്ക് പറ്റിയ ശേഷം
അള്ളാഹുവിന്റെയും ദൂതന്റെയും വിളിക്കുത്തരം നൽകിയവർ അവരിൽ നിന്ന് സുകൃതം ചെയ്യുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. തീർച്ചയായും ജനം നിങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടുക എന്ന് ആളുകൾ അവരോട് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് സത്യവിശ്വാസത്തിൽ വർദ്ധിപ്പിച്ചു. ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഏറ്റവും നല്ല കാര്യനിർവാഹകനാണ് എന്ന് പറയുകയും ചെയ്തവരാണവർ. പാകിസ്ഥാനിൽ പ്രത്യേകിച്ചും അവരുടെ സ്വാധീനം നിമിത്തം മറ്റു ചില രാജ്യങ്ങളിലും മുല്ലാക്കളും ഭരണാധികാരികളും അഹമ്മദികൾക്കെതിരിൽ നിയമനിർമ്മാണം നടത്തി അവർക്ക് പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിച്ച് അവർക്കായി മനുഷ്യാവകാശത്തിന്റെ എല്ലാ നിയമങ്ങളും പുറന്തള്ളിക്കൊണ്ട് അവരെ തീവ്രവാദത്തിന് ഇരയാക്കിക്കൊണ്ട് അഹമ്മദികളെ വധിക്കുന്നതിനായി എല്ലാവർക്കും പരസ്യമായ അനുവാദം നൽകിക്കൊണ്ട് ഇവർ അഹമ്മദികളെ ഇല്ലാതാക്കും എന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അവരുടെ വ്യാമോഹമാണ്. അഹമ്മദിയത്ത് അള്ളാഹുവിന്റെ കൈകളാൽ നടപ്പെട്ട ചെടിയാണ്. ഒരു മനുഷ്യ പ്രയത്നത്തിനും അതിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. അതിന്റെ പുഷ്പിക്കലിനെ കുറിച്ചും കായ്ക്കലിനെ കുറിച്ചും അള്ളാഹു സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാമാണ്. ബുഷ്റാലക അഹ്മദി അൻത മുറാദി വമഈ ഗറസ്തുലക ഖുദ്റതി ബിയദി. അല്ലയോ എന്റെ അഹ്മദ്, നിനക്ക് സന്തോഷവാർത്തയായിരിക്കട്ടെ, നീ എന്റെ ലക്ഷ്യവും എന്നോടൊപ്പവുമാണ്. ഞാൻ എന്റെ കൈകൊണ്ടാണ് നിന്റെ വൃക്ഷം നട്ടിരിക്കുന്നത്. ജമാഅത്തിനെ ഇല്ലാതാക്കുന്നതിനുള്ള മാനുഷികമായിട്ടുള്ള പരിശ്രമം തീർച്ചയായും ഉണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ പരിശ്രമങ്ങൾ കൊണ്ട് അഹമ്മദിയ ജമാഅത്ത് ഇല്ലാതാവുകയില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഇൽഹാം ഉണ്ടായപ്പോൾ അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ബൈഅത്തിന്റെ അനുഗ്രഹം കരസ്ഥമാക്കിയ ഏതാനും പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം എത്രമാത്രം പ്രഭാവത്തോടുകൂടി പൂർത്തിയാകുന്നതായിട്ടാണ് നാം കാണുന്നത്. അഹമ്മദിയ ജമാഅത്ത് ലോകത്തിലെ 200 രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന മുഖ്ലിസീങ്ങളുടെ ഒരു ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. ആ ആരംഭ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള പുരോഗതി, എതിരാളികളുടെ എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൽ ഭരണാധികാരികൾക്കും പങ്കുണ്ട്. ഈ പുരോഗതി മാനുഷികമായ പരിശ്രമങ്ങൾ കൊണ്ട് സാധ്യമാണോ? ഈ ഒരു കാര്യം മാത്രം അഹമ്മദിയത്തിന്റെ സത്യസാക്ഷ്യത്തിനായി മതിയാവേണ്ടതാണ്. അഥവാ ആരിലെങ്കിലും ബുദ്ധിയും കണ്ണുകളിൽ അസൂയയുടെ മറയും ഇല്ല എങ്കിൽ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. ചില ആളുകൾ എഴുന്നേൽക്കുന്നു, എന്നിട്ട് പറയുന്നു, സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഇൽഹാമിലൂടെ ഞങ്ങളെ അള്ളാഹു അറിയിച്ചിരിക്കുന്നു, മീർസ സാഹിബ് കള്ളവാദിയാണ് എന്നു മാത്രമല്ല, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അന്യമതസ്ഥരുടെയും ഉദാഹരണം നൽകിയിട്ടുണ്ട്. അതായത് അവരും പറയുന്നു, ഞങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്നു, അവരുടെ മതം സത്യമാണ്, ഇസ്ലാം നഊദുബില്ലാ കളവാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്നാൽ അനേകം ബൈഅത്ത് ചെയ്ത ആളുകൾ അവർ ഈ കാര്യത്തിന് സാക്ഷ്യം പറയുന്നു, ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു, ഈ വ്യക്തിയുടെ മസീഹ് മൗഊദാണെന്നുള്ള വാദം സത്യമാണ്. എന്നു മാത്രമല്ല, ഇന്നും നൂറുകണക്കിന് ബൈഅത്തുകൾ സ്വപ്നത്തിൽ മാർഗനിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും അതിന് സാക്ഷികളാണ്. ഞാൻ ഒരുപാട് സംഭവങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എന്റെ മുമ്പിലും അള്ളാഹു മാർഗനിർദ്ദേശം നൽകിയ ചിലർ ഇരിക്കുന്നുണ്ടായിരിക്കും.
ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കുകയുണ്ടായി. ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. ഒരാൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, മറ്റൊരാൾക്ക് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക. इसका एक मयार है, വിവിധ ആളുകൾക്ക് വിവിധ തരത്തിൽ മാർഗനിർദ്ദേശം നൽകുക. परखना चाहिए ഇതിനായി ഒരു അളവുകോലുണ്ട്. और यही एक मयार അതുകൊണ്ട് ആരെങ്കിലും फरमाया कि मैं बताता അതനുസരിച്ച് അളക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ कि ये देखो അളക്കാവുന്നതാണ്. अल्लाह ताला കാരണം ഈ ഒരൊറ്റ അളവുകോൽ മാത്രമാണുള്ളത്. പറയുന്നു, ഞാൻ പറഞ്ഞു തരാം ആ അളവുകോൽ എന്താണ്, അള്ളാഹുവിന്റെ പ്രവൃത്തി എന്താണ് പറയുന്നത് എന്ന് നോക്കുക. സ്വപ്നം അയാളും കണ്ടു, ഇയാളും കണ്ടു. അള്ളാഹുവിന്റെ പ്രവൃത്തി എന്താണ് പറയുന്നത് എന്ന് നോക്കുന്നില്ല. അത് നോക്കുമ്പോൾ ജമാഅത്തിന്റെ പുരോഗതി പറയുന്നു. അള്ളാഹുവിന്റെ പ്രവർത്തനപരമായ സാക്ഷ്യം അഹമ്മദിയ ജമാഅത്തിനോടൊപ്പമാണ്. ഇന്ന് ഖിലാഫത്തിന്റെ കൈകളിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഒരുമിച്ചുകൂടൽ അള്ളാഹുവിന്റെ ഒരു വലിയ പ്രവർത്തന സാക്ഷ്യമാണ്. ശരീരേച്ഛയെ മറന്നുകൊണ്ട് ജീവന്റെയും സമ്പത്തിന്റെയും സമയത്തിന്റെയും എല്ലാ അന്യരും അംഗീകരിക്കുന്ന വിധത്തിലുള്ള ത്യാഗം ചെയ്യൽ, ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവർത്തന സാക്ഷ്യമല്ലേ? അത് ഹൃദയങ്ങളെ പരസ്പരം സുദൃഢമാക്കി ബന്ധിപ്പിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി ലോകത്തിലെ അക്രമങ്ങൾ എല്ലാം തന്നെ സഹിച്ചുകൊണ്ടിരുന്നിട്ടും ഈ ത്യാഗങ്ങളിൽ താൽപര്യം ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തിന്റെ ശക്തിയും അതിന്റെ വ്യാപനവും അതിന്റെ പുരോഗതിയും എതിരാളികളുടെ പരിശ്രമം കൊണ്ട് ഇല്ലാതാവുകയില്ല. कलमा तैयबा की खातिर അഹമ്മദിയത്തിനു വേണ്ടി, सल्लल्लाहु अलैहि वसल्लम से പരിശുദ്ധ കലിമയ്ക്ക് വേണ്ടി, खुदा ताला റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന് വേണ്ടി कुर्बान हो रही होती है। അള്ളാഹുവിന്റെ മാത്രം ദാസനാകുന്നതിന് വേണ്ടി ത്യജിക്കപ്പെടുന്ന ഓരോ ജീവനും ഈ കാര്യമാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുതന്ത്രങ്ങൾക്ക്, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക്, നിങ്ങളുടെ അക്രമങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ പുരോഗതിയെ തടയാൻ സാധ്യമല്ല. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഹസ്രത്ത് മൗലവി അബ്ദുറഹ്മാൻ ഖാൻ സാഹിബ് ഷഹീദിന്റെയും ഹസ്രത്ത് സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദിന്റെയും ഷഹാദത്തോടുകൂടി ജീവത്യാഗങ്ങളുടെ ആരംഭം കുറിക്കപ്പെടുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സാഹിബ്സാദ സാഹിബിന്റെ ഷഹാദത്തിനെ സ്മരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഷഹീദ് മർഹൂം മരിച്ചുകൊണ്ട് എന്റെ ജമാഅത്തിനായി शहीद मरहूम ने मरकर ഒരു മാതൃക നൽകി. और दर हकीकत मेरी जमात एक बड़े नमूने की मोहताज थी। യഥാർത്ഥത്തിലും എന്റെ ജമാഅത്തിന് ഒരു വലിയ മാതൃക ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ കാര്യം സ്മരിച്ചുകൊണ്ട് ശേഷം പറയുന്നു, അള്ളാഹുവിന് 1000 നന്ദി. അത്തരക്കാരും ഉണ്ട്, അതായത് ജമാഅത്ത് അംഗങ്ങളിൽ. അവർ സത്യഹൃദയത്തോടെ വിശ്വസിക്കുകയും സത്യഹൃദയത്തോടെ ഈ മാർഗം അവലംബിക്കുകയും ഈ മാർഗത്തിനായി എല്ലാ ദുഃഖങ്ങളും സഹിക്കുന്നതിനും തയ്യാറാണ്. എന്നാൽ ഈ ധൈര്യശാലി, मुना इस जवां मर्द यानी साहिबजादा साहब ने जाहिर कर दिया അതായത് സാഹിബ്സാദ സാഹിബ് പ്രകടമാക്കിയ മാതൃക, फरमाया खुदा सब ഇതുവരെയും ആ ശക്തി ഈ ജമാഅത്തിന്റേത് മറഞ്ഞിരിക്കുകയാണ്. പറയുന്നു, അള്ളാഹു എല്ലാവർക്കും ഈ ഷഹീദ് മർഹൂം കാണിച്ച ഈ ഈമാൻ പഠിപ്പിക്കുകയും ആ സ്ഥിരചിത്തത നൽകുകയും ചെയ്യട്ടെ. इस्लाम की അള്ളാഹു को जो आखिरी फिक्रे में ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ അവസാന വരിയിലുള്ള ദുആ സ്വീകരിക്കുകയുണ്ടായി. जिससे उन्होंने ആ സ്ഥിരചിത്തത ഒരുപാട് പേർക്ക് നൽകുകയുണ്ടായി. आने पर पेश किए। അത് മുഖേന അവർ തങ്ങളുടെ ജീവന്റെ കാണിക്ക സമയം വന്നപ്പോൾ നൽകി. तसलसल को पाकिस्तान के अहमदियों ने ആ പൂർവകാല ശുഹദാക്കളുടെ ത്യാഗത്തിന്റെ പരമ്പര പാകിസ്ഥാനിലെ അഹമ്മദികൾ ഏറ്റവും കൂടുതലായി തുടർന്നുകൊണ്ടിരിക്കുന്നു. हर शहीद ने നൂറുകണക്കിന് പേർ തങ്ങളുടെ ത്യാഗങ്ങൾ നൽകി. और इस्तिकामत ഓരോ ഷഹീദും का मुजाहिरा किया। ഈ മാനികമായിട്ടുള്ള ആവേശവും സ്ഥിരചിത്തതയും പ്രകടിപ്പിക്കുകയുണ്ടായി. जिसके साथ उसने ഓരോ അഹമ്മദി ഷഹീദിനും അവരുടേതായ ഒരു വർണ്ണമുണ്ട്. അത് മുഖേന അദ്ദേഹം തന്റെ ജീവന്റെ കാണിക്ക സമർപ്പിക്കുകയുണ്ടായി. एशिया के शहीद भी शामिल हैं। हिंदुस्तान के അതിൽ ഇന്തോനേഷ്യയിലെ ഷഹീദുകളും ഉൾപ്പെടുന്നു, ഇന്ത്യയിലെ ഷഹീദുകളും लेकिन മറ്റു രാജ്യങ്ങളിലെ ഷഹീദുകളും ഉൾപ്പെടുന്നു.
എന്നാൽ ചിലത് വളരെയധികം പ്രകടമാകുന്നു. 1974 में 30-35 अहमदी 1974 30-35 അഹമ്മദികൾ उनमें शहीद किए गए थे। അഹമ്മദിയത്തിന് എതിരായി ഉണ്ടായ കലാപത്തിൽ ഷഹീദാക്കപ്പെടുകയുണ്ടായി. എന്നാൽ ചിലരെ कि उन्हें अजीब പീഡിപ്പിച്ച് शहीद किया गया ഷഹീദാക്കുന്ന അവസ്ഥയിലാണ് ഷഹീദാക്കി. और बेटे को शहीद किया गया। बाप के सामने बेटे को अज़ियत दी जाती थी। പിതാവിനെയും പുത്രനെയും ഷഹീദാക്കുകയുണ്ടായി. को പിതാവിന്റെ മുന്നിൽ പുത്രനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. उनकी अज़ियत देख പുത്രന്റെ മുന്നിൽ कहा जाता था പിതാവിനെ പീഡിപ്പിച്ചുകൊണ്ട് ये नहीं। അഹമ്മദിയത്തിൽ നിന്ന് തൗബ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. सिर्फ लोग नहीं कर रहे थे, बल्कि वहाँ की पुलिस ഇതെല്ലാം തന്നെ ജനങ്ങൾ മാത്രമല്ല ചെയ്തിരുന്നത്, മറിച്ച് അവിടങ്ങളിലെ പോലീസുകാർ മുന്നിൽ നിന്നുകൊണ്ട് ഈ വിനോദം കാണുകയായിരുന്നു. दहशतगर्दी का निशाना ഇന്തോനേഷ്യയിൽ പരസ്യമായി പോലീസിന്റെ മേൽനോട്ടത്തിൽ തീവ്രവാദത്തിന് ഇരയാക്കിക്കൊണ്ട് പോലീസിന്റെയും अहमदियों को शहीद किया गया। ഭരണാധികാരികളുടെയും മേൽനോട്ടത്തിൽ പീഡിപ്പിച്ച് അഹമ്മദികളെ ഷഹീദാക്കുകയുണ്ടായി. എന്നാൽ जिस्म के ഈമാനെ സംരക്ഷിക്കുന്നവരും സ്ഥിരചിത്തതയുടെ പ്രതിരൂപമായിട്ടുള്ളവർ തങ്ങളുടെ ശരീരത്തിലെ ഓരോ കണികകളിലും ഓരോ ഇഞ്ചിലും മുറിവിനെ ഏറ്റുവാങ്ങി. പക്ഷേ ഈമാനെ പാഴാക്കിക്കളഞ്ഞു. या किसी भी और मुल्क का പാകിസ്ഥാനിലെ നിയമമായാലും ഇന്തോനേഷ്യയിലേതായാലും तो छीन മറ്റ് ഏത് രാജ്യങ്ങളിലേതായാലും लेकिन അഹമ്മദികളുടെ ജീവനെ पाँव को नहीं छीन അവർക്ക് അപഹരിക്കാൻ സാധിക്കും. अब सुना है എന്നാൽ मलेशिया में भी एक नए അവരുടെ ആത്മാർത്ഥതയെ അപഹരിക്കാൻ സാധ്യമല്ല. मलेशिया भी इस कानून के जरिए साफ ഇപ്പോൾ മലേഷ്യയും ഈ നിയമങ്ങളുടെ അണിയിൽ വരുന്നതായി കേൾക്കാൻ സാധിക്കുന്നു, അല്ല വന്നിരിക്കുന്നു. അവരും പുതിയ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. कि जब ഇതും പരീക്ഷിച്ചു നോക്കുക. काम शुरू करेगी എന്നാൽ ഓർത്തുകൊള്ളുക, तो हिसाब चुका അള്ളാഹുവിന്റെ തക്ദീർ അതിന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ കണക്കെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. इनको बचाने के लिए പിന്നീട് ഒരു മുല്ലായും ഒരു നിയമവും ये नाम नेहाद उलमा ഇവരെ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നതല്ല. जो എന്നല്ല, ഈ നാമധാരികളായ പണ്ഡിതന്മാർ मजमूम कोशिश कर रहे हैं റഹ്മത്തുല്ലിൽ ആലമീന്റെ നാമത്തെ അപമാനിക്കുന്നതിനായി ലജ്ജാകരമായ പരിശ്രമം നടത്തുന്ന ഇവർ और अहमदियों का ईमान ഏറ്റവും ആദ്യം പ്രതിക്കൂട്ടിൽ और इस्तिकामत നിർത്തപ്പെടുന്നവരായിത്തീരും. एक शान के साथ അഹമ്മദികളുടെ ഈമാനും സഹനവും സ്ഥിരചിത്തതയും ഒരു പ്രഭാവത്തോടെ വെട്ടിത്തിളങ്ങുന്നതായി. बात की फिक्र नहीं, उन्हें पता है അഹമ്മദികൾക്ക് कि अंजाम का ഈ കാര്യത്തിൽ യാതൊരു വ്യാകുലതയുമില്ല. कुर्बानियां കാരണം അവർക്കറിയാം അവസാനം അവരുടെ വിജയമാണ്. ത്യാഗങ്ങൾ സമുദായങ്ങൾ നൽകാറുണ്ട്, അവരും നൽകിക്കൊണ്ടിരിക്കുന്നു. अल्लाह ताला की रजा എന്നാൽ ഈ ത്യാഗങ്ങളുടെ ഉദ്ദേശ്യം അള്ളാഹുവിന്റെ പ്രീതി സ്വായത്തമാക്കലാണ്. അതുകൊണ്ട് ये जो कुर्बानियां अहमदी दे रहे हैं, देते रहे हैं और अब भी दे रहे അഹമ്മദികൾ നൽകുന്ന ഈ ത്യാഗം, हैं और आइंदा भी देते रहेंगे। നൽകിക്കൊണ്ടേയിരിക്കുന്ന ഈ ത്യാഗം, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ത്യാഗം ഭാവിയിലും നൽകിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കേവലം അലക്ഷ്യമായ സാധാരണ ത്യാഗങ്ങളല്ല. ईद की दास्तानें रकम हो रही ഞാൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതലായി അക്രമത്തിന്റെയും പൈശാചികതയുടെയും കഥകൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ അധികാരികൾ എന്തു പറഞ്ഞാലും പ്രാദേശിക ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ തണലിൽ जेरे साया दहशतगर्दी आज भी कर रहे हैं। इन कारिंदों की दहशतगर्दी ഇന്നും തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ തീവ്രവാദം ഇന്നും അഹമ്മദികളെ गुज़श्ता दिनों അക്രമത്തിന്റെയും പൈശാചികതയുടെയും ഇരകളാക്കിക്കൊണ്ടിരിക്കുന്നു. पुलिस കഴിഞ്ഞ ദിവസം जिनमें थाना इंचार्ज റബുവായിലെ പോലീസ് शामिल थे, ഉദ്യോഗസ്ഥർ, इतला के मुताबिक उससे बड़े अफसर भी അതിൽ സ്റ്റേഷൻ ഇൻചാർജും അയാളുടെ അസിസ്റ്റന്റും ഉൾപ്പെട്ടിരുന്നു. खुदाई अहमदी മറ്റൊരു അറിയിപ്പനുസരിച്ച് ഇവരെക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു വലിയ മുഖ്ലിസായ ആത്മാർത്ഥതയുള്ള അഹമ്മദിയെ യാതൊരു വിധത്തിലുള്ള
കേസും രജിസ്റ്റർ ചെയ്യാതെ 1 മാസത്തോളം പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചു. പിന്നീട് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി 10 ദിവസത്തോളം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി. അതിന്റെ ഫലമായി ഈ മുഖ്ലിസായ ആത്മാർത്ഥനായ അഹമ്മദി, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖുദ്ദൂസ് എന്നായിരുന്നു, ക്ഷമയോടും സ്ഥിരചിത്തതയോടും കൂടി ഈ ടോർച്ചറുകളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് തന്റെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഈ ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. ഈ സംഭവത്തിന്റെ വിശദാംശം ഇപ്രകാരമാണ്. റബുവയിലെ നുസ്രത്താബാദ് എന്ന മുഹല്ലയിൽ താമസിക്കുന്ന അഹമ്മദ് മുഹ്സിൻ എന്നു പേരുള്ള സ്റ്റാമ്പ് പേപ്പർ കച്ചവടക്കാരനായ ഒരു വ്യക്തി. ഇദ്ദേഹം കോടതിയിലും മറ്റും സ്റ്റാമ്പ് പേപ്പറുകൾ വിൽക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹത്തെ ഒക്ടോബർ 4-5 അർദ്ധരാത്രിയിൽ ആരോ വധിച്ചു. പോലീസ് പിന്നീട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ മകന്റെ വാക്കുകൾ കേട്ട് വിവിധ സഹോദരങ്ങളെ വിവിധ അവസരങ്ങളിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് അന്വേഷണ വിധേയരായവരിൽ വെച്ചു. പിന്നീട് ഈ പിടിക്കപ്പെട്ട എല്ലാവരെയും കുറ്റവാളികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയച്ചു. ഇതേ കാര്യത്തിൽ വാദിയിൽ നിന്ന്, അതായത് വധിക്കപ്പെട്ട ആളുടെ മകനിൽ നിന്ന് മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബിന്റെ പേരും വാങ്ങി. അങ്ങനെ പോലീസ് അദ്ദേഹത്തെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം നുസ്രത്താബാദ് മുഹല്ലയിലെ സദർ ജമാഅത്തായിരുന്നു. ഇതിനുശേഷം വാദി മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബിന്റെ പേര് ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം സദർ ജമാഅത്തായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ ഈ കേസിൽ രേഖപ്പെടുത്തി. പിന്നീട് TPOക്കും എഴുതിയ അപേക്ഷ നൽകുകയുണ്ടായി. അങ്ങനെ പോലീസ് മാസ്റ്റർ സാഹിബിനെ ഫെബ്രുവരി 10 മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വന്ന് അറസ്റ്റ് ചെയ്തു. എന്നാൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. പക്ഷേ അറസ്റ്റ് എഴുതി രേഖപ്പെടുത്താറുണ്ട്, അങ്ങനെ ചെയ്തില്ല. ബന്ധപ്പെട്ടപ്പോൾ പോലീസുകാർ തുടർച്ചയായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇദ്ദേഹവും നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം. വലിയ ഓഫീസർമാരും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെടും, ചില നിർബന്ധിതാവസ്ഥകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നല്ല. ഇതിനിടയിൽ മാർച്ച് 17 പോലീസുകാർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബിനെ റബുവയിലെ സ്റ്റേഷനിൽ നിന്ന് മറ്റേതോ അജ്ഞാത സ്ഥലത്തേക്ക് മാറ്റി. അദ്ദേഹത്തെ എവിടെയാണ് താമസിപ്പിച്ചിരുന്നത് എന്ന് മാസ്റ്റർ സാഹിബിന് അറിയാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ അപ്രത്യക്ഷനാക്കിയതിന് 10 ദിവസങ്ങൾക്ക് ശേഷം 26 മാർച്ചിന് പോലീസുകാർ അദ്ദേഹത്തെ സ്റ്റേഷനിൽ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മാസ്റ്റർ സാഹിബിന്റെ ഒരു സുഹൃത്തിനോട് ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ ആളെ വന്ന് കൊണ്ടുപോവുക. അങ്ങനെ ആ സുഹൃത്ത് അവിടെ ചെന്നപ്പോൾ മാസ്റ്റർ സാഹിബ് പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയാലും. അപ്പോൾ പോലീസുകാർ ആ സുഹൃത്തിൽ നിന്ന് ഒരു സാധാരണ പേപ്പറിൽ ഞാൻ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയാണെന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു. അങ്ങനെ മാസ്റ്റർ സാഹിബിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കാരണം മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബിന്റെ അവസ്ഥ മോശമായിരുന്നു. അതുകൊണ്ട് ആ സുഹൃത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, പോലീസുകാർ അപ്രത്യക്ഷമാക്കിയതിന്റെ ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ മാസ്റ്റർ സാഹിബിനെ വളരെയധികം പീഡിപ്പിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമായി പോയി. അദ്ദേഹത്തിന് മലവിസർജനത്തോടൊപ്പം രക്തം വന്നുകൊണ്ടിരുന്നു, രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൃക്കകൾക്കും വളരെയധികം പരിക്ക് പറ്റി. മാസ്റ്റർ സാഹിബ് കൂടിക്കാഴ്ച സമയത്ത് പറഞ്ഞു, ബോധം ഉണ്ടായിരുന്നു, എന്നാൽ ആന്തരികമായി വളരെ വലിയ പരിക്കുകൾ പറ്റിയിരുന്നു. മാർച്ച് 17 രാത്രിയുടെ അന്ധകാരത്തിൽ അദ്ദേഹത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ റബോയിലെ സ്റ്റേഷനിൽ നിന്ന് 5-6 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ടാറിടാത്ത റോഡുകളാണ്, അതുകൊണ്ട് അല്പം ദൂരമാണെങ്കിലും കൂടുതൽ സമയമെടുക്കും. ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി. തികച്ചും ജനശൂന്യമായ പ്രദേശമായിരുന്നു. വളരെയധികം പീഡിപ്പിച്ചു. പോലീസുകാർ അദ്ദേഹത്തെ അടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ കേസിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഭാരവാഹിയുടെ പേര് പറയുക, നീയും ഭാരവാഹിയാണ്, പേര് പറഞ്ഞാൽ നിന്നെ വിടും, അദ്ദേഹത്തെ പിടികൂടാം. അങ്ങനെ പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ഭാരവാഹികളിൽ ചില നാസിർമാരുടെ പേരും മറ്റു ചില പേരും ഉണ്ടായിരുന്നു.
ഇതിൽ മാസ്റ്റർ സാഹിബ് ഒപ്പുവെച്ചില്ല. പോലീസുകാർ അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ടാണ് ജമാഅത്തിന്റെ ഒരു ഭാരവാഹിയെ കിട്ടിയിരിക്കുന്നത്. മുമ്പ് ഇവർ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങും. ഇതിനിടയിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ ഖലീഫമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ജമാഅത്തിനെതിരിൽ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. പീഡനത്തിന്റെ ഫലമായി മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബിന്റെ അവസ്ഥ വളരെയധികം മോശമായി. ഞാൻ പറഞ്ഞതുപോലെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആയപ്പോൾ പോലീസുകാർ പീഡനം നിർത്തിവെച്ചു, മരുന്നും മറ്റും നൽകി. ഇദ്ദേഹത്തിന്റെ അവസ്ഥ അല്പം മെച്ചപ്പെട്ടപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തെ തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചു. മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബിനെ ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ICUയിൽ വെച്ചു. തുടർച്ചയായി രക്തം നൽകിക്കൊണ്ടിരുന്നു. ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് മാർച്ച് 29-ാം തീയതി 1-2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ഛർദി അല്പം കുറഞ്ഞിരുന്നു. വീണ്ടും രക്തം ഛർദിക്കാൻ തുടങ്ങി. രണ്ടാമതും അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ മോശമായി. ശ്വാസകോശത്തെയും ബാധിച്ചു. അത് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച മാർച്ച് 30-ന് അദ്ദേഹം ബോധരഹിതനായി. അതേ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണത്തിനു മുമ്പ് അദ്ദേഹത്തെ താഹിർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഡയാലിസിസിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു. ഏതായിരുന്നാലും പോലീസുകാർ നടത്തിയ പീഡനത്തിലുണ്ടായ ആന്തരിക പരിക്കുകൾ കാരണം ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല. ഷഹാദത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി. ഇതിന്റെ കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട സഹോദരൻ എഴുതിക്കൊണ്ട് പറയുന്നു. ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, കാരണം ഇദ്ദേഹം ഹോസ്പിറ്റലിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മാർച്ച് 17-ന് അവിടെ റബുവക്കടുത്ത് സിനിയോട്ടിൽ നിന്ന് മുന്നോട്ട് പോയാൽ ജംഗിൽ ഗിലോത്രി എന്ന ഒരു സ്ഥലമുണ്ട്. ജംഗിൽ ഗിലോത്ര എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അദ്ദേഹത്തെ കൊണ്ടുപോയി പിന്നീട് വളരെ മൃഗീയമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി. ഇദ്ദേഹം എഴുതുന്നു, മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. കാരണം അദ്ദേഹം എന്നോട് സ്വയം പറയുകയുണ്ടായി. അംജദ് ബാജ്വ സാഹിബിനോടൊപ്പം അദ്ദേഹം കാൽനടയായിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വഴിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വഴിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം പറഞ്ഞു, എനിക്കൊരുപാട് അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. ഇത്രമാത്രം പീഡനങ്ങൾ ഏതുവരെ എന്നാൽ അത് ഭയാനകമായിരുന്നു. ഇതുകൂടെ പറഞ്ഞു, പോലീസ് മേധാവിയും അന്വേഷണ ഓഫീസറും ഈ പീഡനത്തിൽ ഉൾപ്പെട്ടിരുന്നു. ചീനിയോട്ടിൽ നിന്ന് പിണ്ടി പട്ടിയ റോഡിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവിടെ നിന്ന് നദിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. നദിയിലൂടെ തന്നെ ഒരു മാർഗമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ജംഗിൽ കിലോത്ര എന്ന് പറയുന്നിടത്ത് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ എന്നെ തടവിലിട്ടു. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം എന്നെ അവിടെ നിന്ന് പുറത്തിറക്കിയപ്പോൾ ഞാൻ പുറത്തു വന്നപ്പോൾ കസേരയിൽ റബോയിലെ പോലീസ് മേധാവിയും അന്വേഷണ ഉദ്യോഗസ്ഥനും അവിടുത്തെ ലോക്കൽ പോലീസ് മേധാവിയും DSPയും വട്ടമിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഇത് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിൽ ഒപ്പുവെക്കുക. ഞാൻ പറഞ്ഞതുപോലെ അതിൽ റബുവയിലെ മർക്കസി അഞ്ജുമന്റെയും സദർ ഉമൂമി മുതലായവർക്ക് എതിരുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ എങ്ങനെ ഒപ്പുവെക്കാനാണ്. അതിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്രകാരമായിരുന്നു: നടന്ന കൊലപാതകത്തിൽ ഇന്ന ഇന്ന ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു, അവരാണ് ഇത് ചെയ്യിപ്പിച്ചത്. അഥവാ നീ ഇതിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വിട്ടയക്കും. പറയുന്നു, ഞാൻ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു. കാരണം ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഒപ്പുവെക്കും? പിന്നീട് അവർ എന്നെ ഭീഷണിപ്പെടുത്തി, ഒപ്പുവെച്ചാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊണ്ട് വെളിപ്പെടുത്തിക്കും. മാസ്റ്റർ സാഹിബ് വിവരിക്കുന്നു, ഞാൻ 2 പ്രാവശ്യം നിഷേധിച്ചപ്പോൾ ആരോഗ്യ ദൃഢഗാത്രരായ 2 പേർ ഒന്നിച്ച് എഴുന്നേൽക്കുകയും എന്നെ താഴെ വീഴ്ത്തുകയും അടിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
വിവിധ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹം ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട്. കയറ് വെക്കുക, തെറ്റാലി വെക്കുക, കമ്പി വെക്കുക, ഇതെല്ലാം വ്യത്യസ്ത കാര്യങ്ങളാണ്. ഏതായിരുന്നാലും കിടത്തിക്കൊണ്ട് റോളർ ഉരുട്ടുക എന്ന് പറയുന്നത്, മരത്തിന്റെ ഒരു റോളർ ഉണ്ടാകും, വലിയ വളരെ ഭാരമുള്ള ഒന്നാണ്, അത് ശരീരത്തിൽ ഉരുട്ടുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ കയറിട്ട് വലിക്കുക എന്ന് പറഞ്ഞത് കയറിൽ കെട്ടി വലിച്ചിഴക്കുക. ഇതുകൂടാതെ തുടർച്ചയായി ഉണർത്തി ഇരുത്തി കണ്ണുകൾ അടയുമ്പോൾ ജയിലറക്ക് പുറത്തു കൊണ്ടുവന്ന് അടിക്കുമായിരുന്നു. അവിടെ വളരെ കുഴപ്പക്കാരനായ കുപ്രസിദ്ധനായ ഒരു കള്ളനും കൊള്ളക്കാരനുമായ ഒരാളുണ്ടായിരുന്നു. പറയുന്നു അയാളും കൂടെ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് അടിക്കുന്നതിനായി തോലിന്റെ ഒരു ചാട്ടവാറുണ്ട്. പറയുന്നു അയാളെ അഥവാ 5 തവണ അടിച്ചിരുന്നുവെങ്കിൽ മാസ്റ്റർ സാഹിബ് പറയുന്നു എന്നെ 25 തവണ അടിക്കുമായിരുന്നു. ഒരിക്കൽ ആരോഗ്യസ്ഥിതി മോശമായി. അപ്പോൾ അവിടെ അടുത്തുള്ള അർസാ ഷേഖ് എന്നു പേരുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഇഞ്ചക്ഷൻ നൽകി, മരുന്ന് നൽകി. ആരോഗ്യം അല്പം നന്നായപ്പോൾ വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ എല്ലാ പോലീസ് മേധാവികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. വളരെ മോശമായ അസഭ്യവാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്നു. പറയുമായിരുന്നു ലണ്ടനിൽ നിന്ന് വിളിപ്പിക്ക് നിന്റെ വലിയവരെ, അവർക്ക് നിന്നെ മോചിപ്പിക്കാൻ സാധിക്കുമോ? റബോയിൽ നിന്ന് വിളിപ്പിക്ക്. മഹാത്മാക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. പറയുന്നു ചീത്ത പറയുമ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. മർദ്ദനം സഹിക്കാൻ സാധിച്ചിരുന്നു, എന്നാൽ തെറിവിളി അസഹ്യമായിരുന്നു. ഭക്ഷണവും എപ്പോഴെങ്കിലുമാണ് നൽകിയിരുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി ഈ വിധത്തിലുള്ള പീഡനം ഞാൻ ഒരിക്കൽ പോലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. സഹിക്കാനുള്ള ധൈര്യം എന്നിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ എനിക്ക് ഈ മർദ്ദനം സഹിക്കുന്നതിനുള്ള ധൈര്യം നീ നൽകിയാലും. പിന്നീട് അള്ളാഹു തന്റെ അനുഗ്രഹം കൊണ്ട് ധൈര്യം പ്രദാനം ചെയ്തു. അതുമൂലം അദ്ദേഹം എല്ലാം സഹിച്ചു. സദർ ഉമൂമി സാഹിബ് എനിക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്രമാത്രം അവർ പീഡിപ്പിച്ചിരിക്കുന്നു, എന്തെങ്കിലും താങ്കളെ കൊണ്ട് അവർ എഴുതിപ്പിച്ചിട്ടുണ്ടാകും. പറയുന്നു അദ്ദേഹം വളരെ വികാരഭരിതനായിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അവർക്ക് എന്നെക്കൊണ്ട് ഒരു പുള്ളി ഇടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇതാണ് ഈമാനെ സുരക്ഷിതമാക്കി വെക്കുന്നവരുടെ, സത്യത്തെ നിലനിർത്തുന്നവരുടെ കഥ. ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും ഈ പ്രതിരൂപം തന്റെ ജീവൻ നൽകി, എന്നാൽ കള്ളസാക്ഷ്യം പറഞ്ഞില്ല. അള്ളാഹു കളവിനെയും ഷിർക്കിന് സമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാനായ ഷഹീദ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകിയതിൽ ഈ ഒരു പാഠവും നൽകിയിരിക്കുന്നു. അത് അഹമ്മദിയത്തിന്റെ സ്ഥാപനത്തിന്റെ അടിസ്ഥാന ഉദ്ദേശമാണ്. അതായത് തൗഹീദിന്റെ സംസ്ഥാപനത്തിനായി തന്റെ ജീവനെയും വിലവെക്കേണ്ടതില്ല. കാരണം കളവ് ഷിർക്കിന് സമമാണ്. ഞങ്ങൾക്ക് ഷിർക്ക് ചെയ്യാൻ സാധ്യമല്ല. ഷഹീദ് മർഹൂം തന്റെ ബയ്യത്തിന്റെ പ്രതിജ്ഞയും നിറവേറ്റി, വളരെ ഉന്നതമായ നിലയിൽ നിറവേറ്റി. ഷഹീദ് മർഹൂം അഥവാ പീഡനം കാരണം പോലീസുകാരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നുവെങ്കിൽ അതിന്റെ ഫലം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലും വളരെ ഭയാനകമാകുമായിരുന്നു. ഏതുപോലെ മിർസ ഗുലാം ഖാദിർ ഷഹീദിനെ ഉപകരണമാക്കാൻ തുനിഞ്ഞുവോ, അത് ഒരു നാമധാരികളായ സംഘടന അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ പോലീസാണ് ചെയ്യാൻ ശ്രമിച്ചത്. ഈ കാര്യം വിദൂരമല്ല. കാരണം ജില്ലയിലെ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവർ അവരുടെ നിഷ്കളങ്കതയാണ് പ്രകടിപ്പിക്കുന്നത്. അവരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് താഴ്ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും കൽപ്പനകൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഉയർന്ന ഭരണാധികാരികൾ ചില അവസരങ്ങളിൽ കൽപ്പനകൾ നൽകിക്കൊണ്ടിരിക്കാറുണ്ട്. ജനറൽ സിയാഉൽ കാലഘട്ടത്തിൽ സിയാഉൽ ഹക്കിന് സ്റ്റേഷൻ മേധാവിക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇന്നും അത് സാധ്യമാണ്. ഇവിടെ സംസ്ഥാന സർക്കാരും നമുക്കെതിരാണ്. ഇപ്പോൾ ഈ പോലീസ് ഓഫീസർമാരിൽ നിന്നും കേസിന്റെ പേപ്പറുകൾക്കായി ശ്രമം നടക്കുമ്പോൾ ഉയർന്ന ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് രഞ്ജിപ്പിനുള്ള സമ്മർദ്ദവും നടന്നുകൊണ്ടിരിക്കുന്നു. സുൽഹ് ചെയ്യാം, നീതിയുടെ പ്രതീക്ഷ പ്രത്യക്ഷത്തിൽ ഇല്ല. എന്നാൽ നിയമവ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് ജമാഅത്ത് എല്ലാ മാർഗവും ഉപയോഗിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ഇദ്ദേഹം പോലീസിന്റെ താല്പര്യമനുസരിച്ചുള്ള എന്തെങ്കിലും വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നുവെങ്കിൽ അത് വളരെയധികം ഭയാനകമാകുമായിരുന്നു. കൊലപാതകത്തിന്റെ കള്ളക്കേസിൽ കേന്ദ്ര ഭാരവാഹികളെ ഞാൻ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്യുമായിരുന്നു.
കേന്ദ്ര ഓഫീസുകൾക്ക് വിലക്കേർപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ജമാഅത്തിന്റെ അധ്യാപനങ്ങളും പരിശ്രമങ്ങളും ഞങ്ങൾ സമാധാനപ്രിയരായ ഒരു ജമാഅത്താണ് എന്നതിനെയും അപമാനിക്കാനുള്ള ശ്രമം നടക്കുമായിരുന്നു. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ജമാഅത്തിന് നഷ്ടം ഉണ്ടാകാനിടയുള്ളത് സംഭവിക്കുമായിരുന്നു. കേവലം രാജ്യാന്തരമല്ല, അന്താരാഷ്ട്ര തലത്തിലും. ഏതായിരുന്നാലും അവർ ഒരു കുതന്ത്രം മെനയാൻ പരിശ്രമിച്ചു. എന്നാൽ അള്ളാഹു സാധാരണ ജീവിതത്തിൽ അങ്ങേയറ്റം നിർമ്മല ഹൃദയനായ ഒരു മുഖ്ലിസിലൂടെ അദ്ദേഹത്തിന് ഈ വിധത്തിലുള്ള മർദ്ദനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിലൂടെ കുതന്ത്രങ്ങൾ തകർത്തു കളഞ്ഞു. അദ്ദേഹം അവരുടെ കളവിന്റെയും കുതന്ത്രത്തിന്റെയും മുന്നിൽ ഒരു ശക്തമായ പർവ്വതം പോലെ നിലകൊണ്ടു. ജമാഅത്തിന് കോട്ടം ഒന്നും തന്നെ വരുത്തിയില്ല. അതുകൊണ്ട് അല്ലയോ ഖുദ്ദൂസ്, ഞങ്ങൾ നിനക്ക് സലാം പറയുന്നു. നീ നിന്നെ സ്വയം അങ്ങേയറ്റത്തെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജമാഅത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. നീ നിന്റെ ജീവൻ നൽകിക്കൊണ്ട് ജമാഅത്തിനെ ഒരു വലിയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് ഒരു സാധാരണ ഷഹീദല്ല, മറിച്ച് ശുഹദാക്കളിലും അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലിയതാണ്. ഈ നശ്വരലോകത്തിൽ നിന്ന് ഒരു ദിവസം എല്ലാവരും വിട പറഞ്ഞു പോകും. എന്നാൽ മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബ് സൗഭാഗ്യവാനാണ്. അദ്ദേഹത്തെ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഭൗതിക റിസ്കിനേക്കാൾ വളരെ മഹത്വമുള്ളതും ഉയർന്നതുമായ റിസ്ക് സ്വായത്തമാക്കുന്നവനായി തീർന്നിരിക്കുന്നു. ഈ ജമാഅത്തിനും ഏതൊരു ലക്ഷ്യത്തിനും വേണ്ടിയാണോ അദ്ദേഹം ത്യാഗം ചെയ്തത്, അതിനെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള സന്തോഷ വാർത്ത അദ്ദേഹത്തിന് ആലോകത്ത് വെച്ചായിരിക്കും ലഭിച്ചിരിക്കുക. ഷഹീദ് മർഹൂം നമുക്ക് ഒരു പാഠം നൽകിയാണ് പോയിരിക്കുന്നത്. നാം അദ്ദേഹത്തെ എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. എത്രമാത്രം നല്ല കാര്യനിർവാഹകനാണ് അവൻ. ഏതു വിധത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ കോന്തല ഉപേക്ഷിക്കരുത്. ഈ പാഠമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്: അള്ളാഹുമായി നിങ്ങളുടെ ബന്ധം ദൃഢമുള്ളതാണ് എങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്തുന്നതല്ല. ഈ ആളുകൾ തങ്ങളുടെ സങ്കല്പത്തിൽ അഹമ്മദികളെ ചീത്ത വിളിച്ച് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അനാവശ്യ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ അരിപ്പകളാക്കിക്കൊണ്ട് പീഡിപ്പിച്ച് സന്തോഷിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരാനിരിക്കുന്നു. അന്ന് അള്ളാഹു ഇവരിൽ ഓരോരുത്തരുടെയും കണക്കെടുക്കും. ഷഹീദ് മർഹൂം പാകിസ്ഥാനിൽ വസിക്കുന്ന അഹമ്മദികൾക്ക് പൊതുവിലും റബുവയിൽ വസിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഈ സന്ദേശം നൽകിയാണ് പോയിരിക്കുന്നത്. നിയമവ്യവസ്ഥതയോടുള്ള ബഹുമാനം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടുള്ള ബഹുമാനം തീർച്ചയായും അഹമ്മദികളുടെ നിർബന്ധ കടമയാണ്. എന്നാൽ ഒരു മനുഷ്യനെയും, അയാൾ എത്ര വലിയ പോലീസ് അധികാരിയായാലും ഓഫീസർ ആയിരുന്നാലും ശരി, ഭയപ്പെടേണ്ടതിൽ. അവർ ഏത് അക്രമവും നമ്മിൽ നടപ്പിൽ വരുത്തിയാലും ഒരു അഹമ്മദിക്ക് ഭയം ഉണ്ടാവാമെങ്കിൽ ഒരു അസ്തിത്വത്തെ മാത്രമായിരിക്കണം. അത് അള്ളാഹുവിന്റെ അസ്തിത്വമാണ്. പോലീസ് അധികാരികളുടെ ശക്തി നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നവരിൽ മാത്രമേ നടക്കുകയുള്ളൂ. തീവ്രവാദികളുടെ മുമ്പിൽ, മുല്ലാക്കളുടെ മുമ്പിൽ അവർ അടിച്ചു തകർക്കുകയും തീവ്രവാദം ചെയ്യുകയും ഇവരെ നേരിടുകയും ചെയ്യുന്നവരിൽ, ഇവരെ ബോംബുകൾ കൊണ്ട് തകർത്തു കളയുന്നവരുടെ മുമ്പിൽ ഇവർ ഒന്നുമല്ലാതായിത്തീരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് വന്ന അനഹമ്മദി സുഹൃത്തുക്കളുമായി കഴിഞ്ഞ ദിവസം ഒരു സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടു. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, താങ്കളുടെ ജമാഅത്തിന്റെ പ്രത്യേകത ഇതാണ്, എല്ലാവരും ബയ്യത്തിന്റെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. താങ്കൾ അവരോട് എന്തു തന്നെ പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് പാകിസ്ഥാന്റെ അവസ്ഥ മാറ്റുന്നതിനായി നിങ്ങൾ എന്തുകൊണ്ട് ഒരു പ്രവർത്തനപരമായ ചുവടുവെപ്പ് നടത്തുന്നില്ല? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ ഭാഗമാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം രാഷ്ട്രീയത്തിൽ പങ്കാളികളാകാൻ നിയമം അഹമ്മദികളോട് പറയുന്നത് ആദ്യം നിങ്ങൾ സ്വയം അമുസ്ലിങ്ങളാണെന്ന് പറയുക.
പിന്നീട് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാവുക. ഇങ്ങനെയാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നത്. ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ല, ഞങ്ങളാൽ ചെയ്യാൻ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം തെരുവിലുള്ള ശക്തി പ്രകടനമാണ്, അല്ലെങ്കിൽ തീവ്രവാദമാണ്. ഇതും ഞങ്ങൾ ചെയ്യുന്നതല്ല. കാരണം ഞങ്ങൾ നിയമവ്യവസ്ഥയെ അനുസരിക്കുന്നവരാണ്. അതാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിലെ നേർമാർഗദാതാവിനെ വിശ്വസിച്ചുകൊണ്ട് പഠിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ശരിയായ ഇസ്ലാമിക അധ്യാപനം. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ദൂരപ്പെട്ടു പോകാൻ സാധ്യമല്ല. ഭരണാധിപന്മാരുടെ സ്ഥാപനങ്ങൾ തീവ്രവാദികൾക്കാണ് സഹായം നൽകുന്നത്, അല്ലെങ്കിൽ തീവ്രവാദികളെ ഭയക്കുന്നു. അവരുടെ തെരുവ് ശക്തി തെരുവിലേക്ക് ഇറങ്ങി വരുന്നു. ഇതേപോലെ രാഷ്ട്രീയക്കാരും അവരുടേത് മാത്രം കേൾക്കുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് അഹമ്മദികളെ അവരുടെ അനുവദനീയമായ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരാക്കി തീർക്കുന്നത്. ബയ്യത്തിന്റെ ബന്ധത്തെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു, ഈ ബയ്യത്ത് കൊണ്ട് തന്നെയാണ് അഹമ്മദികൾ നിശബ്ദരായിക്കൊണ്ട് തങ്ങളുടെ ജീവന്റെയും സമ്പത്തിന്റെയും ത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവർ ഒരു നിയമവും കയ്യിലെടുക്കാറില്ല. എന്നാൽ ഒരു കാലം വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതേ ആളുകൾ ഇൻഷാ അല്ലാ അഹമ്മദികളെ ബഹുമാനിക്കാൻ നിർബന്ധിതരായിത്തീരും. ഇന്ന് അഥവാ നമ്മെ അക്രമത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ പക്കൽ താമസം അധികമില്ല. ഒരുപക്ഷെ അല്പം സമയവും ദൈർഘ്യവും അവർക്ക് ലഭിക്കുമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുക, അവനോട് സഹായമർത്ഥിക്കുക, അള്ളാഹുവിന്റെ ശക്തമായ തക്ദീറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ഖുദ്ദൂസിന്റെ ഷഹാദത്ത് സംഭവത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരിൽ നിയമ നടപടിയെടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് സമ്മർദ്ദവും ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവരുടെ നീതിയുടെ ദൃഷ്ടിയെ പ്രകാശിതമാക്കി തീർക്കട്ടെ. അല്ലെങ്കിൽ ഈ അക്രമവും കാടത്തവും ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തിരിക്കുന്നത്. ഇത് അവരിൽ പരിമിതമാണ്. ഗവൺമെന്റിനോ ഓഫീസർമാർക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇത് വിവാദമായപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെയാണ് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നീതി നടപ്പാക്കിയില്ല എങ്കിൽ മുഴുവൻ ഭരണവ്യവസ്ഥയും ഈ ഭരണകൂട ഭീകരതയിൽ പങ്കാളികളാണ് എന്ന് ആയിരിക്കും ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുക. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പക്കൽ ഒരുപക്ഷെ താമസമുണ്ടായിരിക്കും, എന്നാൽ അധികം താമസമുണ്ടായിരിക്കുകയില്ല. തീർച്ചയായും ഇവർ തങ്ങളുടെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന പര്യവസാനത്തിലേക്ക് എത്തപ്പെടുന്നതായിരിക്കും. ജമാഅത്തിന് നഷ്ടം വരുത്താനുള്ള ഇവരുടെ ആഗ്രഹവും അഭിലാഷവും അതിൽ ഇവർ ഒരിക്കലും തന്നെ വിജയിക്കുന്നതല്ല. ജമാഅത്തിന് ഇൻഷാ അല്ലാഹു തആല പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അഹമ്മദിയ ജമാഅത്തിന്റെ 200 രാജ്യങ്ങളിൽ വ്യാപിക്കൽ ഈ ജീവത്യാഗം ചെയ്യുന്നവരുടെ ത്യാഗത്തിന്റെ ഫലമാണ്. അഹമ്മദികൾക്ക് ഓരോ ത്യാഗത്തിന്റെയും ഫലമായി ഇത് തങ്ങളുടെ പുരോഗതിയുടെ ദിനങ്ങൾ സമീപസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടുതൽ ദൃഢമാക്കേണ്ടതാണ്. എത്ര വലിയ ത്യാഗമാണോ അത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയാണുള്ളത്. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം ഓർമ്മവെക്കുക. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ബലഹീനത കാണിക്കരുത്, ദുഃഖിക്കുകയുമരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെ ഉയർന്നു നിൽക്കുന്നവരായിരിക്കും. നമ്മുടെ ഈമാനെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ നിർബന്ധ കടമയാണ്. ഓരോ ത്യാഗവും ഓരോ ഷഹാദത്തും നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമായി തീരണം. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം എപ്രകാരമാണ് ഇറങ്ങുന്നത് എന്ന് നോക്കുക. ക്ഷമയോടും ധൈര്യത്തോടും ദുആയോടും കൂടി പ്രവർത്തിച്ചു മുന്നേറുക. ചില ആളുകൾ എനിക്ക് എഴുതുന്നു, സഹനവും ദുആയും കൂടാതെയും മറ്റു ചിലത് ചെയ്യേണ്ടതായിട്ടും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, എല്ലായ്പ്പോഴും പറയാറുണ്ട്, സഹനവും ദുആയും തന്നെയാണ് നമ്മുടെ ആയുധം. ഇത് ഓരോ അഹമ്മദിയും ശരിയായ വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം എത്ര വേഗത്തിലാണ് ഇറങ്ങുന്നതെന്ന് നോക്കുക. ഇപ്പോഴും അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളിൽ നമ്മുടെ ദുആകളെക്കാളും നമ്മുടെ പരിശ്രമങ്ങളെക്കാളും എത്രയോ മടങ്ങ് അധികമായ ഫലം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നാം ദുഃഖിതരാകാനോ നിരാശരാകാനോ യാതൊരു കാരണവുമില്ല. പ്രത്യക്ഷത്തിൽ ശത്രുക്കളുടേതും ഭയാനകമായ തന്ത്രങ്ങളാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്.
ഇൻഷാ അല്ലാഹു തആല ശത്രുക്കളുടെ തന്ത്രങ്ങൾ നിഷ്ഫലമായി പരിണമിക്കും. इन लोगों के कोने ശത്രുക്കളുടെ करते रहेंगे। അവർ ജമാഅത്തിനെ ഇല്ലാതാക്കും എന്ന ദുരാഗ്രഹം ഒരിക്കലും പൂർത്തിയാകുന്നതല്ല. जमात अहमदिया में ഇവരുടെ കോണുകൾ സാവധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവരിൽ നിന്ന് സത്പ്രകൃതക്കാർ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ത്യാഗവും നമ്മെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിപ്പിക്കുന്നു, അങ്ങനെ ശ്രദ്ധിപ്പിക്കേണ്ടതുമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷത്തിൽ പരിവർത്തിപ്പിക്കുന്നതിനായി ഒരു എടുത്തുചാട്ടം നടത്തിപ്പിച്ചിരിക്കുന്നു. तो सैकड़ों छलांगे लगवा ഖുദ്ദൂസ് ഷഹീദ് പോലുള്ളവരുടെ ത്യാഗങ്ങൾ നൂറുകണക്കിന് കുതിപ്പുകൾക്കുള്ള കാരണമായി മാറിയിരിക്കുന്നു. हमारा रद्द-ए-अमल ना मायूसी है ഇൻഷാ അല്ലാഹു തആല കാരണമായി മാറുന്നതുമായിരിക്കും. അല്ലാഹു നമ്മുടെ പ്രതിപ്രവർത്തനം നിരാശയുമല്ല തീവ്രവാദവുമല്ല. നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ പരിപൂർണ വിശ്വാസമുണ്ട് എന്നല്ല, നാം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ ജമാഅത്തിനോടും അല്ലാഹു സഹനവും ദുആയും കൊണ്ട് തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് മുന്നേറാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിജയം വിധിച്ചിരിക്കുന്നതായിട്ടുള്ള വാഗ്ദാനമാണ് നൽകിയിട്ടുള്ളത്. നമ്മിൽ നിന്ന് നമ്മുടെ തക്ദീറിനെ അപഹരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇത് അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. നാം ദുആ ചെയ്യേണ്ടതാണ്. നമ്മുടെ അക്ഷമ, നമ്മുടെ ഈമാന്റെ ബലഹീനത നമ്മെ വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ വിജയത്തിൽ നിന്ന് ദൂരപ്പെടുത്താതിരിക്കട്ടെ. അഹമ്മദിയ ജമാഅത്ത് രാജ്യനിർമ്മിതിയിലും അതിന്റെ സംസ്ഥാപനത്തിലും പുരോഗതിയിലും പങ്കാളികളായിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ അഹമ്മദികളുടെ ദ്വാ തന്നെയാണ് രക്ഷിക്കുന്നതും രക്ഷിക്കാൻ സാധിക്കുന്നതും. നാം നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിനായി നൽകിയ അവരുടെ ത്യാഗങ്ങൾ ഈ ദുഃഖവും ബുദ്ധിമുട്ടും ഷഹാദത്തും കാരണം ഇൻഷാ അല്ലാഹ് പാഴാക്കി കളയുകയില്ല. एक ही इलाज है। इस ഈ അക്രമം ഇല്ലാതാക്കാൻ ഒരൊറ്റ ചികിത്സ മാത്രമാണുള്ളത്. पहले से ज्यादा खुदा ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഒറ്റ മാത്രം മാർഗമാണുള്ളത്. മുമ്പത്തേക്കാൾ ഉപരിയായി അള്ളാഹുവിന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് അവനോട് അനുഗ്രഹം തേടുക. നാം മർദ്ദിതരായിക്കൊണ്ട് തഖ്വയും സഹനവും തവക്കുലും സ്ഥിരചിത്തതയും ദുആയും ഇസ്തിഗ്ഫാറും മുഖേന മുമ്പത്തേക്കാൾ ഉപരിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു തആല വിജയത്തിന്റെ ദൃശ്യം വളരെ പെട്ടെന്ന് കാണുന്നതായിരിക്കും. और दूसरे इस्लामी ममालिक से അല്ലാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. നാം പാകിസ്ഥാനിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും മതത്തിന്റെ പേരിലുള്ള എല്ലാവിധത്തിലുള്ള അതിക്രമവും എത്രയും പെട്ടെന്ന് ഇല്ലാതാവുന്നതായി കാണുന്നവരായി തീരട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദൈവനിയോഗിതർക്കും അവരുടെ ജമാഅത്തുകൾക്കും ഭൂകമ്പങ്ങൾ വരുന്നു, നാശത്തിന്റെ ഭയമുണ്ടാകുന്നു, വിവിധങ്ങളായ ഭയാശങ്കകൾ നേരിടേണ്ടി വരുന്നു. അവരെ കള്ളവാദികളാക്കി എന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. മറ്റൊന്ന്, ഈ സംഭവങ്ങൾ കൊണ്ടുള്ള പ്രയോജനം പച്ചയും വിളഞ്ഞതും വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. കാരണം പച്ചയായിട്ടുള്ളവരുടെ കാൽവെപ്പുകൾ സുഗാഡംബരങ്ങൾ വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബുദ്ധിമുട്ട് വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു. എന്നോടൊപ്പം ഇതേ അള്ളാഹുവിന്റെ സുന്നത്താണുള്ളത്. ഏതുവരെ പരീക്ഷണങ്ങളില്ലയോ അതുവരെ ഒരു അടയാളവും പ്രകടമാകാറില്ല. അള്ളാഹുവിന് തന്റെ ദാസരോടുള്ള വലിയ സ്നേഹം ഇത് തന്നെയാണ്, അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുക. ഏതുപോലെ പറയുന്നു, വബശ്ശിരില്ലദീന ഇദാ അസാബത്തും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് എല്ലാവിധത്തിലുള്ള ദുഃഖത്തിലും ബുദ്ധിമുട്ടിലും അവരുടെ മടക്കം അള്ളാഹുവിലേക്കായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്ഥിരചിത്തത കൈവരിക്കുന്നവർക്കായിരിക്കും ലഭിക്കുക. സന്തോഷത്തിന്റെ ദിനങ്ങൾ കാണാൻ ഭംഗിയുള്ളതായിരിക്കും, എന്നാൽ അതിന്റെ പര്യവസാനത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഉല്ലാസത്തിൽ കഴിച്ചുകൂട്ടുന്നതിൽ അവസാനം അള്ളാഹുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. അള്ളാഹുവിന്റെ സ്നേഹം ഇതാണ്, പരീക്ഷണത്തിൽ അകപ്പെടുത്തുക. അത് മുഖേന അവന്റെ ദാസന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഏതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടവിലാക്കാനുള്ള കൽപ്പന നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ ആ രാത്രി വധിക്കപ്പെട്ടു എന്ന അത്ഭുത ദൃഷ്ടാന്തം എങ്ങനെ പ്രകടമാകും? മക്കക്കാർ അഥവാ അദ്ദേഹത്തെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഫതഹ്നാലക ഫതഹം മുബീനയുടെ ശബ്ദം എങ്ങനെ കേൾക്കാൻ സാധിക്കും? എല്ലാ മുജ്തത്തുകളും പരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അശ്രദ്ധയും സുഖലോലുഭവുമായ ജീവിതത്തിന് അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ല. വിജയത്തിനുമേൽ വിജയമാണെങ്കിൽ വേദനയുടെയും ഉള്ളുരുക്കത്തിന്റെയും ബന്ധമുണ്ടായിത്തീരുന്നതല്ല. പക്ഷേ
അള്ളാഹു ഇതാണ് ഇഷ്ടപ്പെടുന്നത്. വേദനാജനകമായ അവസ്ഥകൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഈമാനിൽ പുരോഗതി നൽകുമാറാകട്ടെ, നൽകിക്കൊണ്ടേയിരിക്കുമാറാകട്ടെ. വിജയത്തിന്റെയും സഹായത്തിന്റെയും ദൃശ്യം നമുക്ക് വേഗത്തിൽ കാണിച്ചു തരുമാറാകട്ടെ. ഈ ത്യാഗങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഷഹീദ് മർഹൂമിന്റെ സ്ഥാനം കൂടുതൽ ഉയർത്തുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ഷഹീദിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ സംക്ഷിപ്തമായ ചരിത്രവും കേൾപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മിയാ മുബാറക് അഹമ്മദ് സാഹിബ് എന്നാണ്. ഇദ്ദേഹം സിയാൽകോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിന്റെ തുടക്കം ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ ബഹുമാനപ്പെട്ട മിയ അഹമ്മദ് യാർ സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിലൂടെയാണ് ഉണ്ടായത്. ഇദ്ദേഹം ഗുജ്റാൻവാലയിലെ ഫിറോസ്വാല വാസിയായിരുന്നു. ഇദ്ദേഹം ഹദ്റത്ത് മസീഹ് മുസ്ലാത്തു ഇസ്ലാമിന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തു, സഹാബി എന്ന് പറയപ്പെടുകയും ചെയ്തു. ഇതേപോലെ ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹി ബഹുമാനപ്പെട്ട മെഹ്താബ് ബീബി സാഹിബ റളിയല്ലാഹു തആല അൻഹ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയ ആയിരുന്നു. മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് സാഹിബ് ഷഹീദ് 1968 ജനിച്ചു. ജന്മന അഹമ്മദിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഷഹാദത്തിന്റെ സമയത്ത് 43 വയസ്സായിരുന്നു. അദ്ദേഹം FA വരെ പഠിക്കുകയും TTC-യുടെ കോഴ്സ് ചെയ്യുകയും ടീച്ചറായി ജോലി ലഭിക്കുകയും ചെയ്തു. മാസ്റ്റർ സാഹിബ് ഷഹീദിന്റെ വിവാഹം 1997 റോഹീന ഖുദ്ദൂസ് സാഹിബ ബിൻത്ത് ബിഷാറത്ത് അഹമ്മദ് സാഹിബ് മീർപാർ ഗുജ്റാൻവാലയുമായി നടന്നു. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം സ്കൂൾ ടീച്ചറായിരുന്നു. ഏകദേശം 20 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായിരുന്നു. എന്നാൽ റബോയിൽ ദാറുഷുമാലിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ അധ്യാപകരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിക്കുന്ന സത്യസന്ധനായ അധ്യാപകരിൽ ഉൾപ്പെട്ട ആളായിരുന്നു. മുഹല്ല നുസ്രത്താബാദിൽ താമസിക്കുന്നതിനു മുമ്പ് മുഹല്ല ദാറുർ റഹം ചിർക്കിൽ താമസിച്ചിരുന്നത്. മുഹല്ല ദാറുർ റഹം ചിർക്കിൽ അദ്ദേഹത്തിന് അത്ഫാലുൽ അഹമ്മദിയായുടെ കാലഘട്ടത്തിൽ മജ്ലിസിന്റെ പ്രവർത്തനങ്ങളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിച്ചു. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ജമാഅത്തിന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയായിൽ മുൻതസിം അത്ഫാൽ, പിന്നീട് 10 വർഷത്തോളം സൈം ഹൽക്കായുടെ സ്ഥാനത്ത് അവരോധിതനായിരുന്നു. 1994 നുസ്രത്താബാദിലേക്ക് മാറി താമസിച്ചു. ഇവിടെയും വളരെ വേഗം ജമാഅത്തി പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. മുഹല്ല നുസ്രത്താബാദിൽ സൈം ഹൽക്കയായും മജ്ലിസ് സിഹത്തിന്റെ മേൽനോട്ടത്തിൽ വഞ്ചി തുഴയലിന്റെ ഇൻചാർജ് ആയിരുന്നു. വഞ്ചി തുഴയലിലും നീന്തലും ഇദ്ദേഹത്തിന് നല്ലപോലെ അറിയുമായിരുന്നു. സേവനത്തിനുള്ള ഭാഗ്യം ലഭിച്ചു. 2.5 വർഷം മുമ്പ് സദർ മുഹല്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സദർ മുഹല്ലയായി വളരെ നല്ല നിലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഹല്ലയിലെ ആളുകളുടെ അഭിപ്രായത്തിൽ ഷഹീദ് വളരെ നല്ല നിലയിൽ പെരുമാറുന്ന ഉയർന്ന നിശ്ചയദാർഢ്യമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു. അദ്ദേഹത്തോട് അഥവാ ആരെങ്കിലും ശക്തമായ വാക്കുകളോ ശക്തമായ രീതിയിലോ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അദ്ദേഹം അത് തിരിച്ചുകൊണ്ട് തള്ളിക്കളയുമായിരുന്നു. ഭാരവാഹികളും ഓർത്തിരിക്കേണ്ടതാണ്, ഈ രീതിയായിരിക്കണം ഓരോ ഭാരവാഹിയുടേതും. അദ്ദേഹത്തിന് മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ കേന്ദ്ര സുരക്ഷാ വിഭാഗത്തിലും ഒരു ദീർഘകാലം സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 2002 മുതൽ ഷഹാദത്ത് വരെ ഹിഫാസത്തെ മർക്കസിന്റെ കീഴിൽ ഇദ്ദേഹം ഒരു വകുപ്പിന്റെ ഇൻചാർജ് ആയിരുന്നു. എല്ലാ ഡ്യൂട്ടിക്കാരോടും ഉദ്യോഗസ്ഥരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. അവരുടെ ഭക്ഷണം, അധിക നേരം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ചായയും മറ്റു സംവിധാനവും സ്വയം അവർക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഖുദ്ദാം ഇദ്ദേഹം കാരണം വളരെ സന്തോഷവാന്മാരായിരുന്നു. മാസ്റ്റർ അബ്ദുൽ ഖുദ്ദൂസ് ഷഹീദ് അങ്ങേയറ്റത്തെ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഖിദ്മത്തെ ഖൽക്ക് എന്നത് ഒരു ഭ്രാന്തമായ ആവേശം പോലെയായിരുന്നു. ചിനാബ് നദിയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും മുങ്ങിപ്പോയാൽ അഹമ്മദി അനഹമ്മദി എന്നിങ്ങനെ വ്യത്യാസം കൽപ്പിക്കാതെ അവരുടെ മൃതശരീരം കണ്ടുപിടിക്കാൻ തന്നെ തന്റെ സഹചരുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ദിനരാത്രങ്ങളിൽ പരിശ്രമിക്കുമായിരുന്നു. മൃതശരീരം കണ്ടുകിട്ടുന്നതുവരെ സമാധാനത്തോടെ ഇരിക്കുമായിരുന്നില്ല. ചെറുപ്പം മുതൽ മരണം വരെ വിവിധ ജമാഅത്തി പദവികൾ സ്ഥാപിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഷഹീദ് മർഹൂം അനുസരണത്തിൽ ഒരു മാതൃകയായിരുന്നു. ജമാഅത്തിന്റെ ഭാരവാഹികളുടെ അഭിമാനം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വലിയ ആവേശമായിരുന്നു. കബഡി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, വഞ്ചി തുഴയൽ എന്നിവയുടെ ഒരു നല്ല കളിക്കാരനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൽ ഒരു പ്രത്യേകത ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്നോടൊപ്പവും ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. ഒരിക്കലും മുന്നിൽ വന്ന് ഡ്യൂട്ടി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. യാതൊരു പേരും പ്രശസ്തിയും ആഗ്രഹിച്ചിരുന്നില്ല. ഓടിച്ചാടി മുന്നിൽ വരാൻ ചിലർക്ക് ആവേശം ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ഇൻചാർജ് ആകാൻ പിന്നിൽ നിൽക്കുകയും തന്റെ കീഴിലുള്ളവരെ മുന്നിലാക്കുകയും
ചെയ്യാറുണ്ടായിരുന്നു. മാതാവിന്റെ ആഗ്രഹം ജാമ്യയിൽ പോകണമെന്നായിരുന്നു. എന്നാൽ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പരേതന്റെ ഭാര്യ പറയുന്നു, വളരെ നല്ല നിലയിൽ പെരുമാറുന്ന, സ്നേഹമുള്ള, നന്ദി പ്രകടിപ്പിക്കുന്ന, സഹാനുഭൂതിയുള്ള, ദുആ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. രൂക്ഷമായ നിലപാട് ഒരിക്കലും തന്നെ എടുക്കുമായിരുന്നില്ല. ബുദ്ധിമുട്ടും ക്ലേശവും ഉണ്ടായിരുന്നിട്ടും ബന്ധുക്കളുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് കുട്ടികളെ സഹനത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഖിലാഫത്തുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഉപദേശിച്ചു. ഇദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലും അള്ളാഹു ഇത് നിലനിർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് എഴുതിയ കത്തിൽ എഴുതിയിരിക്കുന്നു, എന്നോട് ഭർത്താവ് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിനക്ക് എന്നെ വീണ്ടും ഓർമ്മ വരും. തന്നെ കുറിച്ച് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്തോ അറിയാമായിരുന്നു. അവസാന നിമിഷവും ഈ ഒരു ഉപദേശമാണ് നൽകിയത്, എന്റെ മാതാവിനെ ശ്രദ്ധിക്കണം, കുട്ടികളെ ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും അവർക്ക് അദ്ദേഹം തീർച്ചയായും ഓർമ്മ വരും. എന്നാൽ റബുവാവാസികളും ഈ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഔദാര്യം വിസ്മരിക്കുന്നവരല്ല. അദ്ദേഹം ജമാഅത്തിനോട് വളരെ അധികം ഔദാര്യം ചെയ്തിരിക്കുന്നു. ഔദാര്യം ചെയ്യുന്നവരെ ജമാഅത്ത് ഒരിക്കലും വിസ്മരിക്കാറില്ല. നമുക്കും ഇദ്ദേഹത്തെ എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടായിരിക്കും. ഫോണിൽ ഇദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവുമായി ഞാൻ സംസാരിച്ചിരുന്നു. എന്നാൽ വളരെ സ്ഥിരചിത്തതയുള്ളവരായിരുന്നു. കുട്ടികളോടും അവർ മാഷാ അല്ലാ തങ്ങളുടെ ദുഃഖമുണ്ടായിരുന്നിട്ടും എന്റെ അവസ്ഥയെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ഭാര്യയോടും സംസാരിച്ചു. അവരും വളരെ ക്ഷമയുള്ളവരും നന്ദിയുള്ളവരുമാണ്. അള്ളാഹു ഇവർക്കെല്ലാവർക്കും സഹനത്തിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സംരക്ഷകനും സഹായിയുമായി തീരട്ടെ. ഇദ്ദേഹത്തിന്റേത് വൃദ്ധരായ മാതാപിതാക്കളാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ ഹോളണ്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ മാതാവ് അവിടെയാണ്, ഖുദ്ദൂസിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഇതുകൂടാതെ ഒരു മകനുണ്ട്, 14 വയസ്സ്. അബ്ദുസലാം 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അബ്ദുൽ ബാസിത്ത് 13 വയസ്സാണ് പ്രായം. 7ാം ക്ലാസ്സിൽ അബ്ദുൽ വഹാബ് 5 വയസ്സാണ്. 1ാം ക്ലാസ്സിൽ ഒരു മകൾ അത്തിയത്തുൽ ഖുദ്ദൂസ് 10 വയസ്സ് 4ാം ക്ലാസ്സിലാണ്. അള്ളാഹു ഈ എല്ലാ കുട്ടികളുടെയും സഹായിയായി തീരട്ടെ. ഇൻഷാ അല്ലാഹു തആല ജുമാ നമസ്കാരത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും. الحمدلله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.